സോ സ്റ്റുഡൻസ്, പെൻഡിങ് ഇരുന്ന 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ എക്സാംസ് ആണ്. സോ നാളെയും ഞാൻ സ്കൂളിൽ വരും. സ്റ്റാഫ് റൂമിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കേ. ഇന്ന് വന്നതുപോലെ നാളെയും ഇവിടെ വന്നിരുന്ന് പഠിക്കണം കേട്ടോ. എന്തായാലും വീട്ടിലിരുന്ന് പഠിക്കില്ല. എല്ലാവരും ഒരു കാര്യം ഓർമ്മിച്ചോ, ഇത് പബ്ലിക് എക്സാമാ. അരിയേഴ്സ് വന്നാലുണ്ടല്ലോ ഇത്രയും നാൾ സ്കൂളിൽ വന്നതേ വേസ്റ്റ് ആവും. മനസ്സിലായോ? മനസ്സിലായോന്നോ ചോദിച്ചേ? ആകാശ് നിക്കടാ. എടാ കൊരങ്ങ, അപ്പൊ നീ എന്റെ കൂടെ സംസാരിക്കില്ലേ? എന്താ ദേഷ്യാണോ? നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നേ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം റോസിമയുടെ ഇതൊക്കെ അറിയില്ലേ? അപ്പൊ നീ എന്ത് ചെയ്യും? നീ ആ ടോപ്പിക് ഒന്ന് വിട്ടേ. എക്സാംസിന് പഠിക്കടാ. ഇനിയുള്ള 3 എക്സാംസ് എങ്കിലും നന്നായിട്ട് എഴുത്. നീ ആദ്യം എന്റെ എക്സാമിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന വിട്ടിട്ട് നീ നിന്റെ എക്സാമിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യ്. എടാ കൊരങ്ങ, നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. നാളെ റിസൾട്ട് വരുമ്പോ ഞങ്ങൾ എല്ലാവരും പാസ്സാവും, നീ മാത്രം ഫെയിൽ ആവും. അപ്പൊ അറിയാം നിനക്ക്. എടാ, ഞാൻ വന്നോണ്ടിരിക്കുമ്പോ വംശയില്ലേ, റോസി മാഡത്തിനെ കുറിച്ചും വിവേക് സാറിനെ കുറിച്ചും എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നടാ. സത്യടാ, ഞാൻ ആ കാര്യം അറിഞ്ഞു. വിവേക് സാർ ഇന്ന് രാത്രി റോസി മാഡത്തിന്റെ വീട്ടിലേക്ക് പോകുക അത്രേ. റോസി മാഡം അല്ലേ കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു അത്രേ. അതിൽ വിവേക് സാറല്ലേ ഇതൊന്നും ഒരു വിഷയമല്ലെന്ന് പറഞ്ഞു അത്രേ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം റോസി മാഡത്തിന്റെ വീട്ടിൽ ഇന്ന് രാത്രി നമുക്ക് പൊതച്ച് കിടക്കാം.